ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറിക്സ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ മുഴുവൻ സംശയങ്ങളും പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ഇറ്റ് ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ ടു UGC നെറ്റ് GRF PhD എക്സാമിനേഷൻ ആൻഡ് ബേസ്ഡ് ഓൺ ദ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ബൈ NTA. NTAയുടെ പുതിയ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ സംശയങ്ങളുടെയൊക്കെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. എനിക്കറിയാം, ഈ ഒരു നെറ്റ് ഇൻഡസ്ട്രിയിലുള്ള ഒരാളെന്നുള്ള നിലക്ക് എല്ലാവർക്കും നെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് നമ്മുടെ JRF കിട്ടിക്കഴിഞ്ഞാൽ എത്ര വർഷത്തിനുള്ളിൽ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ എത്രയാണ് JRFൻ്റെ വാലിഡിറ്റി. ആൻഡ് വേറെ പ്രധാന സംശയമാണ് JRFൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണ്, അങ്ങനെ ഏജ് ലിമിറ്റ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്രയാണ്, നെറ്റിന് ഏജ് ലിമിറ്റ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്രയാണ്. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു സംശയം എന്ന് പറയുന്നത്, നമ്മുടെ 4 ഇയർ ഡിഗ്രി തുടങ്ങിയതിന് ശേഷം 4 ഇയർ ഡിഗ്രിക്കാർക്ക് നെറ്റ് എക്സാം എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ. വേറെ വലിയൊരു സംശയമാണ്, PG ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നെറ്റ് എക്സാം എഴുതാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള സംശയങ്ങളുടെ ഉത്തരം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷനിലൂടെ കണ്ടെത്താൻ പറ്റും. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ഡിസ്കഷൻ അവസാനിപ്പിക്കാം. സോ നമുക്ക് നോക്കാം എന്താണ് ശരിക്കും നെറ്റ് എക്സാം എന്നുള്ളത്. സോ ദിസ് ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ സെഷൻ ടു നെറ്റ് എക്സാം. അതിനകത്ത് ഞാൻ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഹിസ്റ്ററി സ്റ്റുഡൻസിന് മാത്രം ഉള്ളതല്ല. ഞാൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി ആസ്പിരൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് ഹിസ്റ്ററിക്കാർക്ക് മാത്രമുള്ളതല്ല, ഇത് നെറ്റ് എക്സാം എഴുതുന്ന UGC NTA നെറ്റ് എക്സാം എഴുതുന്ന എല്ലാ ആൾക്കാർക്കും ആപ്ലിക്കബിൾ ആവുന്ന ഒരു സെഷനാണ് എന്നുള്ളത് പ്രത്യേകം പറയുകയാണ്. സോ നമുക്ക് നോക്കാം ആരാണ് ശരിക്കും ഈ NTA എന്ന് പറയുന്നത്. സോ NTA എന്ന് പറയുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. NTA എന്ന് പറയുന്നത് ഒരു ഏജൻസിയാണ് എക്സാം നടത്താനുള്ള. നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ ടെസ്റ്റുകൾ നടത്തണം എന്നാണ് NTAനോട് പറഞ്ഞിട്ടുള്ളത്. ആരാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെറ്റ് എക്സാമിൻ്റെ കേസിൽ UGC ആണ് NTAനെ ഈ പണി ഏൽപ്പിച്ചിട്ടുള്ളത്. അതായത് UGCയുടെ ഒരു ക്വാളിഫിക്കേഷനാണ് നെറ്റ് എന്ന് പറയുന്നത്. സോ ആ ക്വാളിഫിക്കേഷനുള്ള ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് UGC ആരെ ഏൽപ്പിക്കുന്നു? NTAനെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ്. NTA എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ഏജൻസിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് NTAനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നെറ്റ് എക്സാമിലൂടെ NTA എന്ത് കൊടുക്കും? ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കൊടുക്കും, അതായത് JRF കൊടുക്കും. ആൻഡ് വേറൊന്നാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് PhDക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ മൂന്നും ഒരൊറ്റ എക്സാമിലാണ് നമുക്ക് ഉണ്ടാവുക. ഇതിൻ്റെ എക്സാം നടത്തുന്നത് NTA ആണ്, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ആൻഡ് ഈ ഏജൻസി എക്സാം നടത്തുന്നത് UGCക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് നെറ്റ്? എന്താണ് ശരിക്കും നെറ്റ് എക്സാം? നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. നെറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 2 ടൈംസ് ആണ് നെറ്റ് എക്സാം നടക്കുക, 2 തവണ. അതായത് ജൂൺ മാസത്തിലും ഡിസംബർ മാസത്തിലും. പക്ഷെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓവർലാപ്പ് ചെയ്യാറുണ്ട്. ബട്ട് അതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് ജൂൺ സൈക്കിൾ, ഡിസംബർ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തിൽ 2 തവണയാണ്. ആൻഡ് ഈ ഒരു നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് JRF ആണ്, മറ്റൊന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് ആണ്, അതായത് നെറ്റ് ആണ്, മറ്റൊന്ന് PhDക്കുള്ള യോഗ്യതയാണ്. ഇപ്പോഴത്തെ പുതിയ ഒരു ചേഞ്ച് പ്രകാരമാണ് PhD അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും, അപ്പോൾ അത് എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത്, ഈ PhD നെറ്റും ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു സംശയം പൊതുവെ എല്ലാവരും പ്രകടിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരാൾ നെറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ അയാൾക്ക് 3 രീതിയിലുള്ള ക്വാളിഫിക്കേഷനാണ് അയാൾ എന്താണ് സാധ്യത എന്ന് പറയുന്നത്. അതിലൊന്ന് കാറ്റഗറി 1. കാറ്റഗറി 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവാർഡ് ഓഫ് JRF, അതായത് നിങ്ങൾക്ക് JRF കിട്ടുന്നു. JRF കിട്ടുക എന്ന് വെച്ചാൽ നെറ്റ് എക്സാമിലുള്ള ഹയസ്റ്റ് മാർക്ക് അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള ഒരു 1% ആൾക്കാർക്കാണ് JRF കൊടുക്കുക. JRF കിട്ടുന്നതിലൂടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്തും കിട്ടും? അസിസ്റ്റൻറ്റ് പ്രൊഫസറിനുള്ള ക്വാളിഫിക്കേഷൻ, അതായത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നെറ്റും കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് എന്തുകൂടി കിട്ടും? PhDക്കുള്ള യോഗ്യതയും കിട്ടും എന്നുള്ളതാണ്. PhD എൻട്രൻസ് എക്സാമിനുള്ള അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം എഴുതാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ആൻഡ് അടുത്ത ഒരു കാറ്റഗറിയാണ് നമ്മുടെ നെറ്റ് ഓൺലി, അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് ഓൺലി നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി PhDയും കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് JRF ഇല്ല, പക്ഷേ നെറ്റും PhDയും കിട്ടും. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് നിങ്ങൾക്ക് PhD മാത്രമാണ് കിട്ടുന്നത്, നെറ്റുമില്ല, JRFും ഇല്ല. അപ്പോൾ ഈ രീതിയിലാണ് ഒരു റിസൾട്ട് വരിക. ഇനി നാലാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി എന്ന് പറയുന്നത് ഇതൊന്നും ഇല്ലാത്തവർ, അതായത് നെറ്റുമില്ല, JRFും ഇല്ല, PhD ഇല്ല.
അങ്ങനെയും സംഭവിക്കും, അല്ലെങ്കിൽ അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഉണ്ടാവുക. ഇതിനകത്ത് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും കുറവ്, ക്വാളിഫൈ ചെയ്യാത്ത ആൾക്കാർക്ക് ആയിരിക്കും കൂടുതൽ. ഇനിയിപ്പോൾ നമ്മൾ PhDക്ക് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പല യൂണിവേഴ്സിറ്റികളുടെയും കേസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നോർമൽ കേസിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു നെറ്റിൻ്റെ ടോട്ടൽ 100 മാർക്കാണ്, അതായത് നെറ്റിൻ്റെ നല്ല നമ്മുടെ ഒരു PhDക്ക് ജോയിൻ ചെയ്യാൻ ടോട്ടൽ 100 മാർക്കാണെങ്കിൽ അതിൽ 70% മാർക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു PhD യോഗ്യത നേടുന്നതിലൂടെ നമ്മൾ ക്വാളിഫൈ ചെയ്തു എന്നുള്ളതാണ്. ബാക്കി 30% മാർക്ക് അല്ലെങ്കിൽ ബാക്കി 30 മാർക്കുണ്ട്. ആ 30 മാർക്ക് എന്ന് പറയുന്നത് അവിടെയുള്ള ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നടത്തുന്ന ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വൈവാവേഴ്സി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇനി ഈ ഒരു PhDൻ്റെ കാര്യത്തിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വാലിഡ് ഫോർ 1 ഇയർ എന്നുള്ളതാണ്. ഈവൻ നിങ്ങളൊരു JRF കാൻഡിഡേറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് JRF കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി 3 years ആണ്. പക്ഷേ സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 1 ഇയറിൽ എന്ത് ചെയ്യണം, ഈ ഒരു PhD വീണ്ടും ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ JRF കിട്ടി 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ PhDക്ക് അതുവരെ പോയില്ല, 3ാമത്തെ വർഷമാണ് PhDക്ക് പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഒരു നെറ്റ് എക്സാം എഴുതി കൂടി ചെയ്തിട്ട് അതിൽ PhDൻ്റെ യോഗ്യത നേടേണ്ടി വരും എന്നുള്ളതാണ്. ഇനി ഇതാണ് ശരിക്കും ഒരു നെറ്റ് എക്സാം എന്ന് പറയുന്നത്. അതിലൂടെ JRF നമുക്ക് കിട്ടും, നെറ്റ് കിട്ടും, PhD കിട്ടും. 4ാമത്തെ ഒരു കാറ്റഗറി ഇതൊന്നും കിട്ടാത്ത ഒരു കാറ്റഗറി. ഇനി നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഫെലോഷിപ്പുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും നെറ്റ് എക്സാമിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഫെലോഷിപ്പാണ് NFSC എന്ന് പറയുന്നത്, മറ്റൊന്നാണ് NFOBC, മറ്റൊന്നാണ് NFPWD. ആൻഡ് ഇതിനകത്ത് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി വി ഹാവ് ടു ബി രജിസ്റ്റേർഡ്, നമ്മളൊരു PhDക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം എന്നുള്ള സംഗതി അതിനകത്ത് വരും. പിന്നെ നിങ്ങൾ മിക്കവാറും നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തു, അതേസമയം JRFലേക്ക് എത്തിയിട്ടില്ല, JRFൻ്റെ അടുത്തൊക്കെ വന്ന് നിന്നു, അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു NFOBC ഒക്കെ ക്വാളിഫൈ ചെയ്യാറുള്ളത് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. NFOBC ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും JRFൻ്റെ തുല്യമായിട്ടുള്ള ഫെലോഷിപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇൻ കേസ് JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റിയിലോ ഒരു റിസർച്ച് സെൻറ്ററിലൊക്കെ ജോയിൻ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ നെറ്റ് എഴുതുന്ന സമയത്ത് വീണ്ടും നെറ്റ് വിത്ത് ഹയസ്റ്റ് മാർക്ക് വരികയാണെങ്കിൽ നമുക്ക് NFOBC ഒക്കെ ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇനി നമുക്കറിയാം നെറ്റ് എക്സാമിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 300 മാർക്കാണ്. അറിയാലോ, ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 300 മാർക്കാണ്. ആൻഡ് ഇതിനകത്ത് 2 പേപ്പറുകളുണ്ട്, ഒന്ന് പേപ്പർ 1, മറ്റൊന്ന് സബ്ജക്ട് പേപ്പർ. പേപ്പർ 1ന് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, 50 ക്വസ്റ്റ്യൻ. സബ്ജക്റ്റിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, 100 ക്വസ്റ്റ്യൻ. പേപ്പർ 1ൽ 50 ക്വസ്റ്റ്യന്, ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതം, മൊത്തം 100 മാർക്ക്. സബ്ജക്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ 2 വീതം, അങ്ങനെ മൊത്തം 200 മാർക്ക്. ആൻഡ് ഇൻ ടോട്ടൽ 300 മാർക്കിലാണ് നമ്മുടെ നെറ്റ് എക്സാം ഉണ്ടായിരിക്കുക. ഈ 300 മാർക്ക് എക്സാം എഴുതാൻ നമ്മളെ മുന്നിലുള്ള സമയം എന്ന് പറയുന്നത് 3 hours എന്നുള്ളതാണ്. എത്ര മണിക്കൂറാണ്, 3 മണിക്കൂറാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ആൻഡ് പലർക്കുള്ളൊരു സംശയം, ആദ്യം പേപ്പർ 1 എഴുതിയിട്ട് പിന്നെയാണോ പേപ്പർ 2ലേക്ക് പോകാൻ പറ്റുക? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ആദ്യം 150ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് പേപ്പർ 2ലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ എഴുതണമെങ്കിൽ അത് എഴുതാം. എന്നിട്ട് നേരെ വന്നിട്ട് പേപ്പർ 1ലെ 1ാമത്തെ ക്വസ്റ്റ്യൻ എഴുതണമെങ്കിൽ അതും എഴുതാം. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് എന്താ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് കളിക്കാം, ഒരു പ്രശ്നമല്ല. പക്ഷെ എത്രയേ ഉള്ളൂ, നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം എന്നുള്ളതാണ്. ആൻഡ് ഇതിനകത്ത് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. അതായത് നമുക്ക് മൊത്തം 150 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 150 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ആ 150 ക്വസ്റ്റ്യനും എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമുക്ക് ചില എക്സാമിലൊക്കെ ഉണ്ടായിരിക്കും 155 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 160 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് 150 മാക്സിമം ആൻസർ, അല്ലെങ്കിൽ 150 ആൻസർ ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, മൊത്തം 150 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 150 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ മാർക്ക് പോകും, അത്രേ ഉള്ളൂ. സോ 150 ക്വസ്റ്റ്യൻസും കമ്പൽസറി ഇൻ ദ സെൻസ് അത് കംപ്ലീറ്റ് മാർക്ക് കിട്ടണമെങ്കിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. പിന്നെ വേറൊരു സംഗതി ഉള്ളത്, നമ്മൾ അതിൻ്റെ മാർക്കിംഗ് സ്കീമിൻ്റെ ഒരു വേറെ സ്ലൈഡ് ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യന് മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ഇൻ കേസ് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാണ്, ഒഴിവാക്കുകയാണ് എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് ഒക്കെ വരുമ്പോൾ, നമ്മൾ ചലഞ്ചൊക്കെ പോയിട്ട് ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ. ഇനി അടുത്തൊരു സംശയം ഉണ്ടാവുക, നെറ്റ് എക്സാമിൻ്റെ മീഡിയം ഏതാണ്, ഏത് ഭാഷയിലാണ് നെറ്റ് എക്സാം ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആരും അത്ര ഹിന്ദിയിൽ അത്ര പ്രൊഫിഷ്യൻ്റ് ആയിരിക്കില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഹിന്ദിയിൽ നല്ല ഒരു എഫിഷ്യൻസി ഉള്ള ഒരാളാണ്, നിങ്ങൾ ചിലപ്പോൾ ഒരു നോർത്തിലൊക്കെ ജനിച്ച് വളർന്ന ആളാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഹിന്ദി ഓപ്ഷനും സെലക്ട് ചെയ്യാം. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ ഹിന്ദി ഇംഗ്ലീഷ് തമ്മിൽ എന്തെങ്കിലും ക്വസ്റ്റ്യനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായ ഭിന്നത വരികയാണ്, അല്ലെങ്കിൽ ഹിന്ദി വേർഷൻ തെറ്റാണ് എന്നുള്ള സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷാണ് എടുക്കുക, അല്ലെങ്കിൽ
എങ്ങനെയാ പറയല്, കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആയിരിക്കും ഒഫീഷ്യലായിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹിന്ദി അറിയാമെങ്കിൽ ഹിന്ദി ഓപ്റ്റ് ചെയ്യാൻ നോ പ്രോബ്ലം. രണ്ട് ക്വസ്റ്റ്യൻ രണ്ട് ലാംഗ്വേജ് അവിടെ കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. നമുക്ക് വേണ്ട സമയത്ത് മാറ്റാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു സംഗതി ഉള്ളത്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അറബിക്കിൻ്റെ ആണെങ്കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറബിക്കിൻ്റെ ഭാഷയിലാണ് ഉണ്ടാവുക, മലയാളത്തിന് മലയാളം ഭാഷയിലാണ് ഉണ്ടാവുക. ആൻഡ് ലാംഗ്വേജ് പേപ്പേഴ്സിന് അതാത് ഭാഷകളിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. മറ്റുള്ളതിന് ഹിന്ദി ഓർ ഇംഗ്ലീഷ് ഭാഷയാണ് ഉണ്ടായിരിക്കുക. ഇനി ഇതിൻ്റെ മാർക്കിംഗ് സ്കീമിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ സംഗതിയാണ്, മാർക്കിംഗ് സ്കീമിലേക്ക് വരികയാണെങ്കിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണുള്ളത്, മൊത്തം 300 മാർക്കാണ്. ഇതെല്ലാം അറിയാം. ആൻഡ് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ദർ ഈസ് നോ നെഗറ്റീവ് മാർക്ക്. നെറ്റ് എക്സാമിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല. ഹാപ്പി അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയില്ല എങ്കിൽ നമുക്ക് ഏത് ഓപ്ഷനും സെലക്ട് ചെയ്യാം എന്നുള്ളൊരു സംഗതി അതിനകത്തുണ്ട്. നീഡ് നോട്ട് ടു വെറി അബൌട്ട് നെഗറ്റീവ് മാർക്ക്. ഇനി അടുത്തൊരു സംഗതി വരുന്നത്, ഇവിടെ മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ഓക്കെ, മാർക്ക് ഫോർ റിവ്യൂ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല, നമുക്ക് മാർക്ക് കിട്ടൂല എന്നുള്ളതാണ്. അതേസമയം ഇവിടെ കാണാനായിട്ട് പറ്റും, ഇവിടെ മാർക്ക്ഡ് ഫോർ റിവ്യൂ, ആൻസേർഡ് ആൻഡ് മാർക്ക്ഡ് ഫോർ റിവ്യൂ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഐക്കൺ ഉണ്ടാവുക. നമ്പർ ഉണ്ടാവും, പിന്നെ ഇവിടെ ഒരു പച്ച കത്തി കിടക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിലാണ് എന്ത് ചെയ്യുക, അതിന് മാർക്ക് കിട്ടുക. ജസ്റ്റ് യു ഹാവ് നോട്ട് ആൻസേർഡ് ദ ക്വസ്റ്റ്യൻ ബട്ട് ഹാവ് മാർക്ക്ഡ് ദ ക്വസ്റ്റ്യൻ ഫോർ റിവ്യൂ. ഈ ഒരു രീതിയിലാണ്, ഇങ്ങനൊരു വയലറ്റ് കളറിലാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാർക്ക് കിട്ടൂല. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ വിസിറ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ വൈറ്റ് കളറിലുണ്ടാവുക, നമ്മൾ ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻ റെഡിലുണ്ടാവും, ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ ഈ ഗ്രീൻ കളറിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി വരുന്നത് നമുക്ക് എന്താണ് പറയല്, അൺഅറ്റൻഡഡ് ആയിട്ടുള്ള അൺആൻസർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന് മാർക്ക് ഉണ്ടായിരിക്കില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ഏതെങ്കിലും കാരണത്താൽ ക്യാൻസൽ ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യന് മാത്രമേ നമുക്ക് അതിൻ്റെ മാർക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതും പ്രത്യേകം ഓർത്തു വെക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി അതിനകത്ത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സംശയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്, നമ്മുടെ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക്, അതായത് നമ്മുടെ PGക്ക് എത്ര മാർക്ക് വേണം? 50% മതിയോ സാറേ? 54.5 ഉണ്ട്, OBC ആണ്, നടപടിയാവുമോ? അപ്പോൾ ഇങ്ങനെയൊക്കെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. പൊതുവെ പഴയ അല്ലെങ്കിൽ കുറേ നേരത്തെ PG ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ബുദ്ധിമുട്ട് പൊതുവെ ഉണ്ടാവാറുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ PG ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാവാറുള്ളത്. പറഞ്ഞു വന്നത്, നമ്മുടെ നെറ്റ് എക്സാം എഴുതാനും വേണ്ടിയിട്ട് നമുക്ക് PGയിൽ, അതായത് നമ്മുടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ നമുക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത്, ഇഫ് യു ബിലോങ്സ് ടു ജനറൽ, അൺറിസർവ്ഡ്, ജനറൽ, EWS ഈ ഒരു കാറ്റഗറിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 55% മാർക്ക് PGയിൽ വേണം. അതിന് നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള PG, അതായത് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി നിന്ന് PG വേണം. അങ്ങനെയുള്ള കുറേ സംഗതികളുണ്ട്. പിന്നെ ഇഫ് യു ബിലോങ്സ് ടു OBC, SC, ST, PWD, തേർഡ് ജെൻഡർ ഈ കാറ്റഗറിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര മതി? 50% മതി എന്നുള്ളതാണ്. ഇനി വേറൊരു കാറ്റഗറി കൂടി ഉണ്ട്, ഞാൻ പറയണ്ട്. നമ്മുടെ ഒരു 1991 മുൻപ് PG കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. ഇഫ് യു ആർ ഹാവിങ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ PhD എന്നുള്ളതൊക്കെ ഒരു വേറൊരു ഏരിയ ഉണ്ട്, അത് ഞാൻ പറയാട്ടോ. ഇനി ഇവിടെ ഇത്രയും മാർക്ക് ഉണ്ടെങ്കിൽ 55%, 50% ഈ ഒരു ലെവലിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ എലിജിബിൾ എന്നുള്ളതാണ്, ബേസ്ഡ് ഓൺ യുവർ കാറ്റഗറി. ഇനി PG ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കേസാണ്. എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കരമായിട്ട് സംശയം പ്രകടിപ്പിക്കുന്ന ഒരു ഏരിയ കൂടി അതാണ് എന്നുള്ളതാണ്. അതിനകത്ത് PG ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് ഇഫ് യു ആർ ഡൂയിങ് യുവർ മാസ്റ്റേഴ്സ് യു ആർ എലിജിബിൾ ടു അപ്ലൈ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിലുള്ള കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വിത്തിൻ 2 years നിങ്ങൾ നെറ്റ് ക്വാളിഫൈ ചെയ്ത് 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ PG കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. PGയുടെ റിസൾട്ട് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾ PhDയുടെ അഡ്മിഷനാണ് നോക്കുന്നതെങ്കിൽ വിത്തിൻ 1 year എന്ത് ചെയ്യണം? നിങ്ങളുടെ റിസൾട്ട് കയ്യിൽ കിട്ടണം എന്നുള്ളതാണ്. അതല്ല നിങ്ങൾക്ക് ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, PGയുടെ തുടക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നെറ്റ് എക്സാം എഴുതുന്നു, 2 വർഷം കഴിയുന്നു, നിങ്ങൾക്ക് ഓൾറെഡി JRF കിട്ടി, 2 വർഷം കഴിയുന്നു, നിങ്ങളുടെ PG കഴിഞ്ഞിട്ടില്ല, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, JRF വാലിഡ് ആവില്ല എന്നുള്ളതാണ്. നെറ്റിൻ്റെ റിസൾട്ട് വന്ന അന്ന് മുതൽ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു PG സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ PGൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അത് വാലിഡ് ആവുകയുള്ളൂ എന്നും മനസ്സിലാക്കി വെക്കുക. ദെൻ നമുക്കെല്ലാവർക്കും അറിയാം, ഇതിനകത്ത് വേറെ ഒരു മാർക്കിൻ്റെ കേസിലുള്ള
50% മാർക്ക് എന്നുള്ളത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദി തേർഡ് ജെൻഡർ. 50% മതി തേർഡ് ജെൻഡർ കാറ്റഗറി ആണെങ്കിൽ. പിന്നെ ഇതിനകത്ത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു 1991 മുൻപ്, അതായത് ഡേറ്റ് പറയുന്നില്ല, 1991 19 സെപ്റ്റംബർ. ഓക്കെ, നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവുന്നുണ്ട്, 1991 19 സെപ്റ്റംബറിന് മുന്നേ ആണോ നിങ്ങൾ PG കംപ്ലീറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ PG കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, ആൻഡ് ഇഫ് യു ആർ ഹാവിങ് PhD, നിങ്ങൾക്ക് ഡോക്ടേഴ്സ് ഡിഗ്രി PhD ഡിഗ്രി കൂടി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് PG മാർക്കിൽ 50% മതി എന്നുള്ളതാണ്. ആ ഒരു എക്സ്ക്യൂസ് ഉണ്ട്. ഈവൻ ഇഫ് യു ബിലോങ്സ് ടു ജനറൽ കാറ്റഗറി, അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു PGയുടെ അകത്ത് നിങ്ങൾക്ക് 50% മാർക്ക് മതി. ഇതൊരു എന്താണ് പറയുക, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവുന്ന സംഗതിയല്ല, അപൂർവം ചില ആൾക്കാരുടെ കേസിൽ മാത്രം വേണ്ട ഒരു ഏരിയ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ഇയർ ഡിഗ്രീൻ്റെ ആൾക്കാരാണ്, അതായത് 4 വർഷത്തെ ഡിഗ്രി ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള FYUGP അത് പ്രകാരം ഡിഗ്രി ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നെറ്റ് എക്സാം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, നെറ്റ് എക്സാം എഴുതാനായിട്ട് പറ്റും. പക്ഷേ നെറ്റ് എക്സാമിലെ 2 ഏരിയ മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. ഒന്ന് നെറ്റ്, ഓക്കെ, ഒന്ന് നെറ്റ്, അത് നിങ്ങൾക്ക് കിട്ടൂല. 2 JRF, മൂന്നാമത്തെ PhD. ഇത് മൂന്നാണ് നെറ്റ് എക്സാമിൽ നമുക്ക് ഉണ്ടാവുന്ന ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ 4 ഇയർ ഡിഗ്രി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് നെറ്റ് കിട്ടൂല. ഓക്കെ, നെറ്റ് നിങ്ങൾക്ക് കിട്ടില്ല, അതായത് നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള യോഗ്യത അവിടെ കിട്ടൂല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് PhDക്ക് പോവാൻ JRFും കിട്ടും, PhDക്ക് പോകാനുള്ള ക്വാളിഫിക്കേഷനും കിട്ടും. ഈവൻ നിങ്ങൾ നെറ്റിൻ്റെ കട്ട് ഓഫ് കയറിയിട്ടാണ് JRFിലേക്ക് എത്തുക, എന്നാൽ പോലും നിങ്ങൾക്ക് എന്തില്ല, നെറ്റ് കിട്ടൂല. JRFും PhDയുമാണ് കിട്ടുക. നെറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് 5 ഇയർ ആണ്, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി അടക്കം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിലാണ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറാനായിട്ട് പറ്റുക. അതേസമയം PhDക്ക് പോവാം, JRFും ക്വാളിഫൈ ചെയ്യാം, അതിന് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതും ഓർത്ത് വെക്കുക. ഇതാണ് ഇതിനകത്തുള്ള ഒരു സംഗതി. ഇനിയുള്ളത് നമ്മുടെ JRFിൻ്റെ ഒരു കേസാണ്. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PhDക്ക് ജോയിൻ ചെയ്യാം. PhDക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫെലോഷിപ്പ് കിട്ടും. ഫെലോഷിപ്പ് കിട്ടുന്നത് 3 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴാണ്. ഓക്കെ, 3 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴാണ്. അതായത് JRF ക്വാളിഫൈ ചെയ്ത് വിത്തിൻ 3 ഇയർ നിങ്ങൾ എന്ത് ചെയ്യണം, വിത്തിൻ 3 ഇയർ നിങ്ങൾ PhDക്ക് ജോയിൻ ചെയ്യണം. ആൻഡ് ചില ആൾക്കാരുടെ കേസ് ഓൾറെഡി അവർ PhD ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലേ? ആ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കേസിലാണെങ്കിൽ അവർക്ക് നെറ്റിൻ്റെ റിസൾട്ട്, അതായത് JRF ക്വാളിഫൈ ചെയ്ത ആ റിസൾട്ട് വന്ന അവിടെ മുതൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഫെലോഷിപ്പ് വാങ്ങി തുടങ്ങാം. അല്ലാത്ത ആൾക്കാർക്ക് JRFിൻ്റെ അവാർഡ് ലെറ്റർ വന്ന അന്ന് മുതൽ 3 വർഷത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, PhDക്ക് ജോയിൻ ചെയ്യണം. ഇതാണ് PhDയുടെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത്. 3 വർഷം കഴിഞ്ഞാൽ നമ്മളെ JRF എന്നുള്ളത് എക്സ്പയർ ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ഫെലോഷിപ്പ് കിട്ടൂല, വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, ഒരു JRF എഴുതിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു സംഗതി, നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട സംശയം, ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് ഉണ്ട്. എന്തിന്? JRFന് ഏജ് ലിമിറ്റ് ഉണ്ട്. അതേസമയം നെറ്റിന് ഏജ് ലിമിറ്റ് ഇല്ല, PhDക്കും ഏജ് ലിമിറ്റ് ഇല്ല. അത് രണ്ടും നമ്മൾ എത്ര വയസ്സായാലും എഴുതാൻ പറ്റും. പക്ഷേ JRF എഴുതണമെങ്കിൽ നിങ്ങൾ 30 വയസ്സിന് താഴെ ആയിരിക്കണം. ഇഫ് യു ബിലോങ്സ് ടു ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 30 വയസ്സിന് താഴെ ആയിരിക്കണം. അല്ല നിങ്ങൾ OBC, SC, ST, PWD, തേർഡ് ജെൻഡർ ഇങ്ങനെയുള്ള കാറ്റഗറി ഒക്കെ ആണെങ്കിൽ, EWS ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സല്ല 35 വയസ്സ്, അതായത് 5 ഇയേഴ്സ് റിലാക്സേഷൻ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതും പ്രത്യേകം നോട്ട് ചെയ്യുക. ആൻഡ് ഈ ഒരു 30 ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ നെറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെയല്ല നോക്കുക. നമ്മുടെ നെറ്റിൻ്റെ ആ വർഷത്തിലെ ആ മാസത്തിലെ ഫസ്റ്റ് ഡേയുടെ സമയത്ത് നിങ്ങൾ 30 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റൂല എന്നുള്ളതാണ്. ഓക്കെ, നെറ്റ് നടക്കുന്ന മാസത്തിലെ ആ ഒരു ആദ്യത്തെ ദിവസം നിങ്ങൾ 30 ഇയേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിനകത്ത് വരുന്ന ഒരു സംഗതി, ഇത് ഞാൻ ജസ്റ്റ് അഡീഷണലി പറയാം. നിങ്ങൾക്കറിയാം ഏജ് റിലാക്സേഷൻ ഉള്ളത് OBC, SC, ST, PWD ഇങ്ങനെയുള്ള കാറ്റഗറിക്കൊക്കെയാണ്. തേർഡ് ജെൻഡറിനൊക്കെ ഇത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് കാണുന്നത്. 5 വർഷത്തെ ഒരു റിലാക്സേഷൻ കിട്ടും.
ഇനി ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന വേറൊരു കാറ്റഗറിയാണ് ആർമി സർവീസ്. നമ്മൾ ആർമിയിൽ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കൊരു റിലാക്സേഷൻ കിട്ടും 5 years. ആർക്കും 35-ന് മുകളിൽ ഒരു റിലാക്സേഷനും കിട്ടൂല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പിന്നെ അതിനകത്ത് വരുന്നത് ചിലപ്പോൾ നമ്മൾ PGൻ്റെയോ ഒക്കെ ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചെറിയ മൈനർ റിസർച്ച് പ്രൊജക്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ റിസർച്ച് പ്രൊജക്റ്റുകളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്കും ഏജ് റിലാക്സേഷന് ആപ്ലിക്കബിൾ ആണ്. PGയുടെ നമ്മളെന്താ പറയുക ഡെസർട്ടേഷൻ അല്ല പറയുന്നത്, അല്ലാത്ത റിസർച്ചുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് ഉള്ള റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും അതിനുള്ള എന്താണ് പറയല് ഈ ഒരു ഏജ് റിലാക്സേഷന് അലൗഡ് ആണ് എന്നുള്ളതാണ്. പിന്നെ വരുന്നത് വേറൊരു സംഗതി എന്ന് വെച്ചാൽ ഏജ് റിലാക്സേഷൻ അല്ല, സ്ക്രൈബിൻ്റെ ഒരു കേസാണ്. അറിയാലോ, അത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്ക്രൈബ് എന്നുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. സ്ക്രൈബ് എന്നുള്ളത് നമ്മൾ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തരും എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ സ്ക്രൈബിനെ ഉപയോഗിച്ച് എക്സാം എഴുതുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 60 minutes എക്സ്ട്രാ, 60 minutes എക്സ്ട്രാ. ഇതെങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ 1 മണിക്കൂറിന് 20 minutes എന്നുള്ള രീതിയിലാണ്. അതായത് മൊത്തം 3 മണിക്കൂർ എക്സാം ആയതുകൊണ്ട് 60 minutes 1 hour അഡീഷണലി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ട സംഗതികൾ. ഐ തിങ്ക് ഐ ഹാവ് ആൻസേർഡ് ഓൾ ഓഫ് യുവർ ഡൗട്ട്സ്. പ്രധാനമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്നത് ഇത്രയും സംശയങ്ങളൊക്കെ തന്നെയാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏജിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഏജ് റിലാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. GRF കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി എത്രയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതിനകത്ത് നമുക്ക് പലപ്പോഴും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ ആൻസർ കീ വന്നു അതെങ്ങനെ നോക്കുക, ആൻസർ കീ വന്നു കഴിഞ്ഞിട്ട് അതിനെങ്ങനെയാണ് ചലഞ്ച് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ പല ആൾക്കാർക്കും ഉണ്ടായിരിക്കും. അത് അതിൻ്റെ സമയത്ത് നമ്മൾ മറ്റു സെഷൻസ് ചെയ്യുന്നതായിരിക്കും. സോ തൽക്കാലം നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ഓക്കെ, മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുക. താങ്ക് യു. We'll meet in another session.